ഗൾഫ് നാടുകളിൽ പുതുതായി ജോലിക്കെത്തുന്ന 60% പ്രവാസികളിലും വൃക്കരോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ഭക്ഷണരീതികളിൽ മാറ്റം വരാത്തതാണ് പലപ്പോഴും രോഗങ്ങൾക്ക് കാരണമാകുന്നത്. പുകവലിയും മദ്യപാനവും വൃക്കരോഗങ്ങൾ പെട്ടെന്ന് മൂർച്ഛിക്കാനിടയാക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. പുതുതായി പ്രവാസ ജീവിതം തുടങ്ങുന്ന 60% പേരിലും കല്ല് പോലെയുള്ള വൃക്കരോഗങ്ങൾ കണ്ടുവരുന്നുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. നാട്ടിലെ കാലാവസ്ഥയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഭക്ഷണരീതികളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. ഉപ്പ് വളരെ മിതമായി ഉപയോഗിക്കുക. ആനിമൽ പ്രോട്ടീൻ, അതായത് ബീഫ്, മട്ടൺ ഇങ്ങനെയുള്ള റെഡ് മീറ്റുകൾ എത്രയും കുറച്ച് ഉപയോഗിക്കാമോ അത്രയും കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നല്ലത്. പിന്നെ ഓക്സലേറ്റ് കൂടാതിരിക്കാൻ കാൽഷ്യം കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് മിൽക്ക്, യോഗട്ട്, ചീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ കൂടുതലായി ഉപയോഗിക്കുക. മദ്യപാനവും പുകവലിയും പാടെ ഒഴിവാക്കുകയാണ് പുത്തൻ പ്രവാസികൾക്ക് ഉത്തമമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്നും ഇവിടേക്ക് വരുന്ന പ്രവാസികൾ പെട്ടെന്ന് ഒരുപാട് ഇതിലേക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള രീതി കൂടുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇവരിലൊക്കെ, അതായത് 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ പലരെയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് കണ്ടെത്താറുണ്ട്. മൂത്രതടസ്സവും വേദനയും അനുഭവപ്പെടുമ്പോൾ തന്നെ വൃക്കയിൽ കല്ലാണെന്ന് ധരിച്ച് മരുന്ന് വാങ്ങി കഴിക്കുന്നവരുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്താതെയുള്ള സ്വയം ചികിത്സ കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ആരോഗ്യമേഖലയിലെ വിദഗ്ധർ പറയുന്നു. മസ്കത്തിൽ നിന്നും ബിനു കൊട്ടാരക്കരയ്ക്കൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ 1, ദോഹ.